ഇന്ന് മാങ്ങാക്കറിയാണ്. നമ്മുടെ മാവേലൊരു മാങ്ങ പറിച്ച് ഞാനത് വേവിച്ചിട്ട് ഇച്ചിരി മഞ്ഞളും മുളകും തേങ്ങയും ജീരകവും ശകലം ചുമന്നുള്ളിയും കൂടെ അരച്ച് എല്ലാം ചൂടാക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കടുക് താളിക്കാം. ചട്ടി ചൂടായതിന് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് അല്പം കടുക് ഇട്ട് കൊടുക്കും. ഇനി അല്പം ചുവന്നുള്ളി 2 വറ്റൽമുളകും കൂടെ താളിക്കാം. മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ മാങ്ങ നിറച്ചുണ്ടായിരുന്നു. ഈ നാട്ടുമാവുണ്ട്. നാട്ടുമാവിലെ മാങ്ങയെല്ലാം ഒരു സൈഡെല്ലാം പന്നലായിട്ടെല്ലാം പൊഴിഞ്ഞ് പോവുക. പിന്നെ അത് 2 മാങ്ങ പറിച്ചതാണ്. ഇത് ഞാൻ ഒരു മാങ്ങ നമുക്ക് കറി വയ്ക്കാം. ഉച്ചക്കടത്തേക്ക് നല്ലതാണ് മാങ്ങയായിട്ട് കറി വയ്ക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു ചെറിയ മാങ്ങ മതി. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് അല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇടാം. ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാൻ. കടുക് തളിച്ച് നല്ലതാണ് ഈ മാങ്ങാക്കറി കൂട്ടി ചോറ് കഴിക്കാൻ. ആ ചീഞ്ചട്ടിലൂടെ തന്നെ നമ്മുടെ പയറേന്ന് പറിച്ചായിരുന്നു. അത് പറിച്ച് തോരൻ വയ്ക്കാനേ ഈ ചീഞ്ചട്ടിലൂടെ തന്നെ നമുക്ക് തോരൻ വയ്ക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടി ഇനി പയർ നമുക്ക് ഉടഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി അല്പം ഉപ്പിട്ട് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി അരപ്പ് വിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. ഭയങ്കര ചൂടും വെയിലുമാണിപ്പം. ഇടയ്ക്ക് 2 മഴ കിട്ടുമായിരുന്നു. ഇപ്പം ഭയങ്കര ചൂടാണ്. വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത കണക്കുള്ള ചൂടായിട്ട്. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് അരപ്പിനകത്ത് നമ്മൾ മഞ്ഞൾ, മുളക്, തേങ്ങായി, ജീരകം, അല്പം വെളുത്തുള്ളി ഇത്രയും കൂടെ ചതച്ച് എടുത്ത് വെച്ചേക്കാം. ഇനി 1 കരിയാപ്പില ഇട്ട് കൊടുക്കണം. 1 കരിയാപ്പില ഇട്ട് ഇത് പൊട്ടുപയർ, അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കണം. നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് പൊത്തി അടച്ചു വെച്ച് കൊടുക്കണം. പെട്ടെന്ന് വെന്തോളും. വിളഞ്ഞ പയറാണെങ്കിലുള്ളൂ വേവാൻ താമസം. ഇതും പൊട്ടുപയറായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് വേവട്ട് അടച്ച്. നമ്മുടെ തോരൻ റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മീൻ മേടിച്ചത് ഇരിപ്പുണ്ട്. മാങ്ങാക്കറി പയർ തോരനും ഇളയപ്പം ഉച്ചക്കത്തേക്ക് കുശാലായി. ഓക്കെ.